അസ്സലാമു അലൈക്കും. ഞാൻ ഇബ്രാഹിം മസ്ജിദിൽ ഇത്തികാഫിലാണ്. ഇത്തികാഫിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഇവർക്ക് ഇത്തികാഫിൽ ഇരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അവർ ചെയ്യുന്ന നന്മകളാണ് ഇതൊക്കെ. വലൈക്കും സലാം. അപ്പോൾ ഇവർ ചെയ്യുന്ന നന്മകൾ, അതുപോലെ ഇത്തികാഫിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു അവയർനെസ് വീഡിയോ ആണിത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇത്തികാഫിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? അതിനുപരി ക്രൗഡല്ല നമുക്ക് ആവശ്യം. നമുക്ക് ഇബാദത്ത് അമാലികൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അനുഭൂതിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ആത്മീയ അനുഭൂതി എന്ന് പറയുന്നല്ലോ പല പള്ളികളിലും നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ പ്രത്യേക ഒരു ഫീലാണ്. എല്ലാം കൊണ്ട് യുവാക്കളുണ്ട്, യങ്സ്റ്റേഴ്സ് ഉണ്ട്, രാത്രി എല്ലാ ആളുകൾക്കും ഒരേപോലെ വന്ന് എന്താണ് ഈ റമദാൻ ഫ്രൂട്ട്. ഇപ്പം ഇവിടെ റംസാനിൽ 700 ആൾക്കാർക്ക് നോമ്പ് തുറ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഈ ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ തന്നെ ഒരു കഷ്ടപ്പാടുണ്ട് അല്ലേ? അതൊക്കെ നമ്മൾ ഈ ഇത്തികാഫ് ഇരിക്കുന്ന ആൾക്കാരും ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് ചെയ്യുന്നല്ലേ. അപ്പോൾ അതിന് നമുക്കൊരു പഠിച്ചിട്ടുള്ള ഒരു ഭാഗത്ത് കിട്ടും ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ ഖുർആനോത്ത് കാര്യങ്ങൾ, പിന്നെ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. രാവിലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ ബാത്തുകളുള്ളത്. പിന്നെ നമ്മളെ ഈ രാവിലെ നമ്മള് ഓരോ കഴിഞ്ഞ പാടെ നമ്മൾ ഖുർആൻ രാവിലെ 11 മണിക്ക് അടിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ദീനിനെ പറ്റിയിട്ടുണ്ട്. അതുപോലെ അസർ നമസ്കാരത്തിൻ്റെ ദീനുണ്ട്. അതിനുശേഷം നമുക്ക് ഖുർആൻ ഓതി ഇൻഡിവിജ്വലായിട്ട് ആൾക്കാർക്ക് ഖുർആൻ എല്ലാ ഭാഗത്തും ചെയ്യുന്നുണ്ട്. ശരിക്കും ഇത്തികാഫ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? നിങ്ങളിപ്പോൾ എത്ര കൊല്ലായി? അല്ലെങ്കിൽ ഫസ്റ്റ് ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ്? 3-4 കൊല്ലായി. ഫുൾ ടൈം ഇരിക്കലുണ്ട്? ഫുൾ ടൈം ഉണ്ട്. ഇരുന്നിട്ട് എന്താണ് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം? കുറേ മാറ്റങ്ങളായില്ലേ? അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളെ ചർച്ചയിൽ ജസ്റ്റ് ഒന്ന് കയറി വന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടിരുന്നു. ഇതിൽ 4-5 ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം ഇത്തികാഫിന് ഞാൻ കണ്ടിട്ടുണ്ട്. ഏകദേശം എല്ലാവരും ഉണ്ട്. ഇൻഷാ അല്ലാഹ് തുടർച്ചയായിട്ട് നമുക്ക് 2ാമത്തെ പ്രാവശ്യമാണ് ഇത്തികാഫിന് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ സന്തോഷം. ഇവിടെ ഉള്ള ആൾക്കാർ തമ്മിൽ ഒന്ന് ദീനിയായിട്ട് സംസാരിക്കാൻ ഒരു വേദി. അപ്പം എന്താണ് ഇത്തികാഫിൻ്റെ ആക്ച്വലി ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളത് തുടർന്നാൽ ഒരു പക്ഷേ ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ് പറഞ്ഞോളൂ. അതായത് എപ്പോഴും മനുഷ്യർ ഹാർഡ് വർക്കിൻ്റെ മുകളിൽ സ്മാർട്ട് വർക്ക് ചെയ്യണം. ഇപ്പോൾ 10 നിലയുള്ള കെട്ടിടത്തിലേക്ക് ഒരു ലിഫ്റ്റ് ഉണ്ട്. അത് 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ കിട്ടുമെങ്കിൽ നമ്മൾ ഒരിക്കലും സ്റ്റെയർ യൂസ് ചെയ്യില്ല, ലിഫ്റ്റിന് യൂസ് ചെയ്യില്ല. അപ്പോൾ സ്മാർട്ട് വർക്ക് ഓൾവേസ് ഔട്ട്വേസ് ഹാർഡ് വർക്ക് എന്ന് പറയും അല്ലേ? അപ്പോൾ വിശ്വാസങ്ങളുടെ ചില ദ്വാകൾ, ചില സുന്നത്തുകൾ, ചില പ്രവൃത്തികൾക്ക് ചിലതിനെ അപേക്ഷിച്ച് അല്പം കൂടുതൽ മഹത്വമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ദ്വായാണ് അങ്ങാടി കറുമ്പ്. അങ്ങാടി കറുമ്പ് ദ്വാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് ഹസനാണ്. 7 സെക്കൻഡ് മതി ദ്വാ ചെല്ലാൻ. ആ ദ്വാ നമ്മൾ പിന്നെ ഓഡിയൻസ് കൊടുക്കുന്നു, ഡിസ്ട്രാക്ഷൻ വർദ്ധിക്കുന്നു. ഇല്ല, അങ്ങനെയില്ല. ഈ ദുആ നമ്മൾ അങ്ങാടി കയറുമ്പോൾ ചൊല്ലിക്കഴിഞ്ഞാൽ നബിതങ്ങളുടെ പറഞ്ഞ ഫദായിൽ മഹത്വം എന്താ വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം നന്മ എഴുതപ്പെടും. 1 മില്യൺ 10 ലക്ഷം തിന്മ മായ്ക്കപ്പെടും. 10 ലക്ഷം ദരജ ഉയർത്തപ്പെടും. സ്വർഗ്ഗത്തിലൊരു വീടും കിട്ടും. തിർമിദി റിവായത്ത് ഹദീസ് ഹസനായ ഹദീസ്. നമുക്കറിയാം ദുആ 90% ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ 3 പീസേ നമുക്ക് അറിയാത്തുള്ളൂ. യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദുആ ചൊല്ലിയാൽ 1 മില്യൺ നന്മ എഴുതപ്പെടും. 1 മില്യൺ തിന്മ മായ്ക്കപ്പെടും. 1 മില്യൺ ദർജ ഉയർത്തപ്പെടും. സ്വർഗ്ഗത്തിൽ വീട് കിട്ടും. ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ഹദീസുണ്ടോ? കാരണം ഇത്രയൊക്കെ നന്മ എന്തെങ്കിലും ഒരു ദുആയ്ക്ക് കൊടുക്കുന്നത്? കാരണം ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അള്ളാഹനെ മറക്കുന്നത് എപ്പോഴാണ്? അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നത്. അതായത് നമ്മളൊരു ഹൈലൈറ്റ് മാളിന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. എക്സാക്ട്ലി. ഒരു സിഗ്നലിന്റെ ജംഗ്ഷനിൽ പോയി ബിൽ ബോർഡ്സ്, മനുഷ്യരെ, സ്ത്രീകൾ, അങ്ങനെ പല അവസ്ഥകൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് ഇതൊക്കെ മാറ്റിയിട്ട് ചെല്ലണമെങ്കിൽ 2 കൊല്ലമായിട്ട് ഇവിടെ ഇത്തികാഫ് ഇരിക്കുന്ന ആൾക്കാരാണ് മിനിമം. പിന്നെ നിങ്ങൾ 3, 4, 5 കൊല്ലം ആൾക്കാരുണ്ട്. നിങ്ങൾ എത്ര കൊല്ലായി?
മൂന്നല്ല നമ്മള് എന്റെ രണ്ടാമത്തല്ലാണ് രണ്ടാൾക്കാരും മിനിമം ഉള്ളത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു കൊല്ലം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം എങ്ങനെയെങ്കിലും വരും എന്നുള്ളതാണ്. ഇതിൽ എല്ലാ ആൾക്കാരും ജോലിയുള്ള ആൾക്കാരും നല്ല തിരക്കുള്ള ആളാണ്. പുള്ളി ഡോക്ടറാണ്, 10 ദിവസം ലീവ് എടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ എക്സ്ക്യൂസ് കാണുന്നവർക്ക് കാണാം. ഇപ്പോൾ ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഇവർ സ്റ്റുഡൻസ് ആണ്, അല്ലാത്ത ആളുകളുണ്ട്, പല രീതിയിൽ ചെയ്യുന്ന ആൾക്കാർ. എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം ഇത് മതിരിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും നമ്മൾ വർഷമായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ ഇത് തേടി വരും എന്നുള്ളതാണ് ഇൻഷാല്ലാ. അപ്പോൾ അതാണ് മെയിനായിട്ട് എക്സ്പീരിയൻസ്. ഇത്തികാഫിൽ നമ്മൾ ഒരു 10 ദിവസം ഇരിക്കുന്നുണ്ടല്ലോ, ശരിക്കും ഇവിടെ ഈ പള്ളിയിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് ആണോ അല്ലെങ്കിൽ പള്ളിയിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? ഉദാഹരണത്തിന് ഖുറാൻ പാരായണം അല്ലെങ്കിൽ ക്ലാസ്സുകൾ, ഇതുപോലെ ദഅ്വ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ഖുറാൻ അറിയാത്തവർക്ക് ഇപ്പം ഒരുപാട് എനിക്ക് ഖുറാൻ കറക്റ്റ് അറിയില്ല, അപ്പൊ അങ്ങനെ ചില ആൾക്കാർക്ക് ഒരു കുറവുണ്ടാവും, ഖുറാൻ ഓതാൻ അറിയില്ല, മറ്റുള്ളവർ അറിയൂലേ എന്നുള്ള ഒരു ഉത്ഭയം ഉണ്ടാവും. എന്റെ അറിവ് ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കണോ? അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുള്ളത്? ആത്യന്തികമായിട്ട് എന്താ വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ സിമിലർ മൈൻഡുള്ള കുറെ സുഹൃത്തുക്കളെ കിട്ടും. അപ്പോൾ ആളുകൾ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ ആർക്കും ഒന്നും ദുന്യവേ ഒരു രൂപ പോലും കിട്ടുന്നില്ല ഈ ഒരു ഇരുത്തത്തിനൊന്നും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, ട്രെയിനിങ് പ്രോഗ്രാമിൽ പോകുന്നുണ്ടെങ്കിൽ ലക്ഷ്യങ്ങൾ കൊടുക്കണം, എന്തെങ്കിലും ഒരു ഉപദേശം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രീ ആയി കിട്ടണം. എന്താ വെച്ചാൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, നമ്മൾ ആത്യന്തികമായിട്ടുള്ള വിജയം വേണമെന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി വന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ഇത് കൊടുക്കുന്നുള്ളതാണ്. ഇപ്പോൾ ആരും ഒന്നും ചിന്തിക്കും. ഇപ്പോൾ സക്കരിയാക്ക് പറഞ്ഞ സക്കരിയാക്ക് ഖുറാൻ ഓതാൻ അറിയില്ലെന്ന്, അങ്ങനത്തെ കുറേ ആളുകളുണ്ട് ഇവിടെ. നമുക്ക് എനിക്ക് പല ആൾക്കാർക്കും ഒന്നും അറിയില്ല. അപ്പം നമ്മൾ ഷെയർ ചെയ്യുമ്പം ഈ ഒരു സാധനം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിൽ ഇൻഷാല്ലാ അത് പരലോകത്തിലേക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ആളുകളെയും കൂടി ഇരുത്തുന്നത്. ഇത്തികാഫിന് ഇരുന്നിട്ട് എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ഖുർആന് സാധാരണ ഒരു വർഷത്തിൽ ഒന്നൊക്കെ ഒരു തവണ ഓതുന്നത് ഇപ്പൊ അത് 2, 3, 4 തവണകളായിട്ട് മാറി. അത്തം തീർക്കും. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഓരോ നോമ്പിനും 2 ഹത്തം വെച്ചിൽ തീർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് അനുഭവങ്ങൾ ചോദിച്ചത് ഇവിടെ രാവിലെ മുതൽ ഖുർആൻ അറിയാത്തവർക്ക് ഖുർആൻ പഠിപ്പിച്ചു അക്ഷരങ്ങളിൽ മുതൽ തുടങ്ങുന്ന അലിഫ് മുതൽ അറിയാത്തവരുണ്ട്, ഫാത്തിഹ ഓതാൻ അറിയാത്തവരുണ്ട്, ചെറിയ ചെറിയ സൂറത്തുകൾ അറിയാത്തവരുണ്ട്. അത് ഓതുന്നുണ്ടാവും സംസ്കാരത്തിൽ, അതിന്റെ തർത്തീബ് അനുസരിച്ച് ആ രീതിയിൽ തജ്വീദോട് കൂടിയിട്ട് ഓതാൻ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അത് നല്ലൊരു ഗുണമായിട്ടാണ് എല്ലാവർക്കും കിട്ടിയത്. ഓതാൻ അറിയാത്ത ഒരുപാട് ആൾക്കാർക്ക് ചെറിയ ചെറിയ സൂറത്ത് അത് വലിയൊരു ഗുണമാണ്. സാധാരണ നമ്മൾ ഓതുന്ന ചെറിയ ചെറിയ സൂറത്തുകൾ അത് ഓതുക എന്നുള്ളത്, അത് പഠിക്കാൻ തജ്വീദോട് 17 തവണ കഴിഞ്ഞാൽ നൂറുസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കാരം അതിബാദത്താണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീണ്ട 1 മണിക്കൂർ ഒരു നല്ലൊരു ഇസ്ലാമിക ക്ലാസ് അത് പുറത്തുനിന്ന് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി തന്നെ ഒരുപാട് ലക്ഷ്യങ്ങൾ കൊടുത്തിട്ടാണ് ഓരോരുത്തർ ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് പിന്നെ അസർസ്കാരം കഴിഞ്ഞ് അതേപോലെ തന്നെ ഇതേപോലെ ഒരു അരമണിക്കൂർ ഉണ്ട്. അതിനുശേഷമാണ് നമുക്ക് ഫ്രീ സമയം കിട്ടുന്നത്. അത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ വ്യക്തികൾക്ക് എന്താ ചെയ്യേണ്ടത് നോമ്പുറക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന അത് അങ്ങനെ ഉണ്ട്. അതിന് പുറമെ ഹദീസ് പഠിക്കുന്നവരുണ്ട്, അതിന് അതല്ലാതെ ഖുർആൻ പാരായണം ചെയ്യുന്നവരുണ്ട്. അതേപോലെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഹത്തം തീർക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ ഓതുന്ന അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനൊക്കെ പിന്നെ ഹദീസ് ഒരു ഭാഗത്ത് ഹദീസ് പഠിക്കുന്നുണ്ട്. പിന്നെ ഇത് മറ്റുള്ള സംസ്ഥാനത്തുനിന്നും രാജ്യത്തുനിന്നും വന്ന ജമാഅത്തിന്റെ ആളുകളുണ്ട്. അവരുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ള കുറെ അറിവുകൾ അങ്ങനെ കിട്ടുന്നവരുണ്ട്. അങ്ങനെയൊക്കെ അള്ളാഹ് കിട്ടും, ഇബാദത്ത് ചെയ്താൽ സ്വർഗം കിട്ടും, അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഇത് നമുക്ക് സാബാക്കൾ ചെയ്ത മാതിരിയുള്ള അമലായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനിയും എല്ലാ വർഷവും ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ നമ്മളിവിടെ തുടരും. ഏകദേശം 4 വർഷത്തോളം ഞാനിവിടെ ഉണ്ട്. ഭയങ്കരമായ ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് ആകർഷണീയമായ തരത്തിൽ എല്ലാവരും വളരെ ദൂരത്തു നിന്ന് ഇവിടെ എത്തിപ്പെടുന്നത്. ഏകദേശം എറണാകുളം മുതൽ അങ്ങനെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളും ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാർ അറിഞ്ഞുകൊണ്ട് ഇവിടെ എത്തുന്നത്. അവിടുത്തെ തെർബിയത്ത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നേട്ടമായി കണ്ടുകൊണ്ടാണ്. ഇതൊരു എന്താ പറയാ ഹിദ്മത്ത് പഠിച്ചെടുത്തുള്ള പ്രതിഫലത്തിന് മാത്രം ദൃഷ്ടിയുള്ള ആൾക്കാരാണിത്. അല്ലാതെ ഒരു പ്രത്യേകിച്ചുള്ളതൊന്നുമില്ല. ഇതൊക്കെ ഒരു എന്താ പറയാ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ അപ്പുറം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ള ക്ലാക്കത്തുള്ള ആളുകളാണ് അവരെ എല്ലാവരും. ഇത്തികാഫ് ഇരിക്കാൻ ആഗ്രഹമുള്ളവർ ഇനി അടുത്ത കൊല്ലത്തേക്ക് ഒന്ന് നിയത്ത് ചെയ്യുക. നിയത്താണ് ഏറ്റവും വലിയ ഒരു ഇബാദത്ത് കേട്ടോ. നിയത്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തികാഫ് ഇരിക്കാൻ കഴിയും. ഞാനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നിയത്ത് ചെയ്തതാണ് ഇപ്രാവശ്യം ഇരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഒന്ന് മുറുക്കെ പിടിക്കുക. അടുത്ത കൊല്ലം ഞാൻ ഇത്തികാഫിന് ഇരിക്കും എന്നുള്ള ഒരു നിയത്ത് ചെയ്യുക.